ഇതാര് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് തനി ഓണം ഇങ്ങ് കൊണ്ടുവന്നോ? അതെ, ഓണായിട്ട് ഈ ഡ്രസ്സിൽ വരാന്ന് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പാവാടയും ബ്ലൗസും ഒക്കെ ഈ കാലഘട്ടത്തിൽ കാണാൻ കിട്ടുന്നില്ല. ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് പാവാടയും ബ്ലൗസും ഒക്കെ എടുത്ത് നല്ലൊരു എന്താ പറയാ നാടൻ പെൺകുട്ടിയെ പോലെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ടച്ച് വുഡ്. അല്ല, ഭംഗി നമ്മൾ ആസ്വദിക്കേണ്ട കാര്യമല്ലേ അല്ലേ? പിന്നെ ചേച്ചിയും അതേപോലെ എന്ത് ഭംഗിയായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ അല്ലേ? ഇതൊരു പ്രത്യേക ഒരു രസം. എന്താ പറയാ, നമ്മള് മുണ്ട് നേരിയതൊക്കെ നേരിയ സാരിയിലൂടെ പച്ച ബ്ലൗസ് ഒക്കെ ഇടുക എന്നൊക്കെ പറയില്ലേ? പക്ഷെ നല്ല രസമുണ്ട്. വരൂ, ആദ്യമായിട്ട് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടുപോകുന്ന പോലെ ഞാൻ കൊണ്ടുപോകും. പാവാട ബ്ലൗസും ഒക്കെ ഇട്ട് വരുമ്പോ വരൂ കുഞ്ഞേ. ഈ ഒരു വേഷത്തിലുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനൊന്നും തോന്നുന്നേ ഇല്ല. ആദ്യം ഞാൻ ചോദിക്കേണ്ട കാര്യം എന്താ അറിയോ? മോളെ സ്കൂളിൽ പോയോ, പഠിച്ചോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കേ. രണ്ട് സൈഡും മുടിയൊക്കെ പിന്നിയിട്ട് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കൊച്ചിനോട് ഞാൻ എന്നാ ചോദ്യം ചോദിക്കാനാ? പക്ഷെ എന്നാലും ഓണമല്ലേ അല്ലേ? ഓക്കെ, ഞാൻ ഓണത്തിന്റെ സമയത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അതായത് നമ്മൾ ഈ പറമ്പിലൊക്കെ പോയി പൂ പറിക്കുക, അന്നേച്ച് അത്തപ്പൂ ഇടുക, അതൊക്കെ ചെയ്യാറുണ്ടല്ലോ. അന്നേരം ഹണി എങ്ങനെയാ ചെയ്യുന്നത്? ഹൗ യു സെലിബ്രേറ്റ് ഓണം? ഞാൻ അങ്ങനെ ഒരു ഓണം ഭയങ്കരമായിട്ട്, ഓണം എന്നല്ല ഒരു ഫെസ്റ്റിവൽസും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെയാണ് അതിന്റെ സെലിബ്രേഷൻ കുറച്ചും കൂടി ഞാൻ എൻജോയ് ചെയ്തേക്കുന്നത്. വീട്ടില് നമ്മൾ 1-2 ഇലയോ അങ്ങനെ വലിയ പൂവൊന്നും കാണില്ല, എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അതൊരു വേണം എന്നല്ല, ചില സമയങ്ങളിൽ മാത്രം മനസ്സിൽ തോന്നുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം. അതെ, നമുക്കത് ഇന്ന് ഇന്ന് ചെയ്യാമെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകില്ല. അല്ലെ സദ്യ ഉണ്ടാക്കുവോ, അങ്ങനെ ആ സമയത്തിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യോ, അങ്ങനെയുള്ള പരിപാടികളില്ല. ഓ, അത് ശരി. വീട്ടിലും ആരും അങ്ങനെ ചെയ്യാറില്ല. ക്രിസ്മസും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പള്ളിയിൽ പോകാറുണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇപ്പം പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് അതും വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളൂ. അപ്പൊ ക്രിസ്മസ് അങ്ങനെ പ്രത്യേകിച്ച് അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാകും അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ആ പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ അങ്ങനെ ഓണത്തിന് വേണ്ടി ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്നാന്നറിയോ, ഓണം വരുവാന്നേല് ഈ പറഞ്ഞ പോലെ ഈ പറമ്പിൽ കിട്ടുന്ന പൂക്കളൊക്കെ ഇട്ട ഒരു അത്തപ്പൂവേ ഉള്ളൂ. പക്ഷെ സദ്യ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമുക്കൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ കൾച്ചർ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന സർട്ടൺ മൂമെന്റ്സ് അല്ലേ, അപ്പൊ അതിനു വേണ്ടി ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അതാ ചോദിച്ചത്, ഹണിയുടെ വീട്ടിൽ അങ്ങനെയുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു സദ്യ, നമുക്ക് സദ്യയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇന്നതാണ് സദ്യ, ഇങ്ങനെയാണ് എന്നൊക്കെ സദ്യയൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. അതാ, നോൺ വെജിനകത്ത് കിടന്ന് കളിക്കുന്ന ആൾക്കാർക്ക് സദ്യയോടൊരു ഇച്ചിരി ഒരു പ്രയാസം കാണുമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ല, എനിക്കങ്ങനെ ഒത്തിരി കറികൾ കൂട്ടി അങ്ങനെ കഴിക്കുന്നതിലും 1-2 നമുക്ക് ഇഷ്ടമുള്ള കറികളും. എന്നാ ഫേവറേറ്റ് ഇഷ്ടം? നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ, മീൻകറി, അല്ലെ ബീഫ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചുമ്മാ ഹണിയുടെ വീട്ടിൽ വരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ഒരു വലിയ വിശേഷം പറയാറുണ്ട്. എന്നാന്നറിയോ, വരുന്ന ഗസ്റ്റിനൊക്കെ ഹണി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും അവർക്ക് വിളമ്പി കൊടുക്കാനും അവരെ ഊട്ടാനും ഒക്കെ ആയിട്ട്. അതെന്നാന്നോ, ശരിക്കും എല്ലാരും പറയുന്നത് എന്നാന്നറിയോ, ഇതൊക്കെ സാധാരണ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ കണ്ടേക്കുന്നത്. അപ്പം അവരെല്ലാം എല്ലാരും വരുന്നവരെ ഒന്ന് വയറ് നിറച്ച് ഊട്ടി വിടുക എന്നുള്ളത്, നമ്മൾ തന്നെ അത് വിളമ്പി കൊടുക്കുക. ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി അല്ലേ? എനിക്ക് അങ്ങനെ എന്റെ മൈൻഡിൽ ആ ഒരു കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ഫുഡ് വെച്ചിട്ട് മാറി നിൽക്കുക എന്നുള്ള ഒരു രീതി ഞാൻ കണ്ടിട്ടേ ഇല്ല. വീട്ടിലൊക്കെ തന്നെ അവരെ നമ്മൾ തന്നെ സെർവ് ചെയ്യും. അവർ വേണ്ടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെനിക്കൊന്ന് കുക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഹണിക്ക് ബേസിക്കലി കുക്കിങ്ങിനോട് ഇഷ്ടമുണ്ട്, കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഈവൻ ദോ ഇറ്റ് ഈസ് സോ സ്പെഷ്യൽ ആണെന്നേല് അത് നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ആദ്യം കൊടുക്കുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന അവർ കഴിക്കും. എന്നാലും അവർക്ക് ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്നത്. നേരത്തെ ഈ കേക്ക്, ബേക്കിംഗ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു ഒന്നുമില്ല, പച്ചക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ അത് ഗ്രില്ല് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഫ്രൈ ഐറ്റംസ് ഇല്ല. ഒത്തിരി സ്പൈസസ് ആഡ് ചെയ്യാതെ, ഒത്തിരി ഓവർ കുക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ കുറെ പ്രോസസ്സിൽ കൂടി ഏറ്റവും ഓർഗാനിക് ആയിട്ട് പോവുന്ന രീതിയിൽ. അപ്പൊ മീനൊക്കെ നമ്മൾ കൊച്ചിലെ അങ്ങനെ കഴിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ഇപ്പത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഷവർമ, അൽഫാം അതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ മറ്റേ മസാലാസ് ഇട്ട് കുക്ക് ചെയ്ത് ഒരു കറി ഉണ്ടാക്കുന്ന കൂട്ടല്ലല്ലോ. ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് പണ്ടത്തെ ആൾക്കാർക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പത്തെ ജനറേഷൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. Annie's Kitchen. Let's cook with love.